അപ്പോൾ ഒരു കിടുക്കാച്ചി ഐറ്റം നമുക്ക് പരിചയപ്പെട്ടാലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയിലേക്ക് കിടക്കാൻ ഇന്നത് ചിക്കൻ അടിപൊളി പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെച്ച് പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഇതേ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ച് കൊടുക്കണം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും നന്നായിട്ടൊന്ന് ചതച്ചതാണ് അതൊന്ന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ആ പച്ചക്കുത്തൊന്ന് മാറുന്ന സമയത്ത് ഏകദേശം ഒരു 3 സവാളയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു പച്ചമുളക് നെടുകെ കീറിയതെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് വാടി വന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ആഡ് ചെയ്യാൻ. എപ്പോഴും പറയുന്നത് പോലെ പെട്ടെന്ന് വഴണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണേ. ഇനി ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. കുരുമുളക് പൊടിച്ചതാണേ, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ചിക്കൻ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കുരുമുളകിലാണ്. കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പൂടെ ചേർത്ത് ചിക്കൻ നമ്മൾ ചെറുതായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ടുണ്ട്. ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നതിന് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ വെന്ത് വരാൻ ആവശ്യമായ വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടുന്നുണ്ട്, കുറച്ചധികം ഇടുന്നുണ്ട് കേട്ടോ. ആ ഒരു ടേസ്റ്റ് കിട്ടും. തേങ്ങാക്കൊത്തിട്ട് കറി ഉണ്ടാക്കി നോക്കണം, ആ ഒരു ടേസ്റ്റ് അറിയണമെങ്കിൽ കേട്ടോ. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു 10-20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അടിപൊളി പെപ്പർ ചിക്കൻ കറി റെഡിയാക്കി കിട്ടും കേട്ടോ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. എപ്പോഴും ചിക്കൻ കറിയൊക്കെ ഒരേ രീതിയിൽ വെക്കാതെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റൈലിൽ വെച്ച് നോക്കണം. അപ്പം അടിപൊളി സിമ്പിളായിട്ടുള്ള വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് കാണാം കേട്ടോ.